ഭക്ഷണപ്രേമികളുടെ പർദീസയായ തുർക്കി, സഞ്ചാരികളുടെ മനം കവരും വിധം സുന്ദരിയും വൃത്തിയുമുള്ള തുർക്കി, ഏഷ്യയും യൂറോപ്പും അടങ്ങുന്ന 2 സംസ്കാരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഏകരാജ്യം തുർക്കി. വർണ്ണിക്കാൻ എൻ്റെ അടുത്ത് വാക്കുകളില്ല. അപ്പോൾ നമ്മളെ വീഡിയോ തുടങ്ങിയാണ് തുർക്കി എന്നുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ. തുർക്കിയിലെ കാഴ്ചകൾ കാണുക മാത്രമല്ല, നിങ്ങൾ എങ്ങനെ ചെലവ് ചുരുക്കിയിട്ട് ഈ തുർക്കിയിൽ വന്നു പോകാമോ എന്നുള്ളതിനുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തുർക്കിയിൽ ഇറങ്ങിയുള്ള അവസ്ഥ ആണത്. നല്ല തണുപ്പാണ്. എത്ര ഡിഗ്രി ഉണ്ടാവും? 5 ഉണ്ടാവില്ലേ? 8 മണി. 8 മണിക്ക് രാവിലെ 8 മണിക്കാണ് നമ്മളിവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ സേഫായിട്ട് എത്തി. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഞാനും കുറേ പ്ലാനിങ്ങും ആയിട്ടുള്ള പേരും അല്ല, ഒരു പ്ലാനിങ് ഇല്ലാത്ത വേറെ കുറേ ആൾക്കാരും. അപ്പോൾ അതാണ് സത്യം. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇവിടെ ഊര് തെണ്ടാൻ വന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ അതിസുന്ദരം, കാണാത്തതെല്ലാം മനോഹരം. അപ്പോൾ മുന്നോട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലേ? അതിൻ്റെ അടുക്ക് മറ്റേ പറയണ്ടേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബേക്കിലൊരു ബസ് വരുന്നത് നമ്മൾ കണ്ടില്ല ഗൈസ്. Are you Turkey? No. Huh? No, Kazakhstan. From where? Kazakhstan. See? Okay, 100. Okay. So this you can use for all public transport Kartınızı here. aşağıdan alabilirsiniz. അപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ള കാർഡ്. ഇസ്താംബുൾ കാർഡ് ഇതാണ്. Now you can check even. Okay. How to check? İşleminiz yapılıyor. Sadece kağıt para giriş yapınız. Thank you bro, thank you. എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പുറത്ത് കടന്നാൽ ഇവിടെ ഇതേപോലെയുള്ള ചെറിയൊരു കിയോസ്ക് കാണാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെന്തായിരിക്കും? തുർക്കിയിൽ വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണമാണത്. ചീസൊക്കെ ആയിട്ടുള്ള നല്ലൊരു കോഫിയോ. നല്ല അടിപൊളി കോഫി, മധുരമല്ലാന്നേ ഉള്ളൂ. ഈ മോഡലുള്ള ബസ്സാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് പോകേണ്ട ഭാഗത്തോട്ട്. അത് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ബോർഡിൻ്റെ മുകളിൽ ബസ്സിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് SG1 ആണ്. ഇവിടെയുള്ള ആളുകൾക്ക് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു ഭാഷയെ അറിയില്ല എന്നുള്ളത്. അറബിയോ ഇംഗ്ലീഷോ ഒന്നും അറിയില്ല. അവർക്ക് ആ തുർക്കിഷ് ലാംഗ്വേജ് മാത്രമേ അറിയൂ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ബസ്സിൻ്റെ കാർഡ് എടുത്തു. ഇനി ബസ് കണ്ടെത്തണം. ബസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ ഹോട്ടലിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന ബസ് സെലക്ട് ചെയ്യണം. അതിൻ്റെ നമ്പറാണ് SG1 SG2 എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് SG1 പോകേണ്ടത്. അങ്ങനെ ബസ് കിട്ടി. ലഗേജൊക്കെ ഇവിടെ വെച്ചു. കയറു ഗൈസ്. എത്ര? 28 പറഞ്ഞത്. ആ ഉടനെ. അപ്പോൾ ഓക്കെ, ബൈ. അല്ല അടിപൊളി ബസ്സല്ലേ? ആ 28. ഈ ബസ് കടിക്കോയി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ബഹ്റൈനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം.
തുർക്കി എംബസിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അതിന് വേണ്ട സംഗതികൾ 6 മാസത്തിൽ കൂടുതൽ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് വേണം, RP റെസിഡൻസ് പെർമിറ്റ് വാലിഡ് ആയിരിക്കണം, സാലറി സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ കമ്പനിയിൽ നിന്ന് ലെറ്റർ വേണം. ഇത് എല്ലാം കൂടി നമ്മൾ ഇവിടെ CPRും വേണം കേട്ടോ. ഇത് എല്ലാം കൂടെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തരും. അന്ന് നമ്മൾ ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് മൊത്തം ഒന്നും മിസ്സാകാൻ പാടില്ല. ക്യാഷ് മാത്രമേ അവർ സ്വീകരിക്കൂ. 22,600 അവിടെ ക്യാഷ് വേണ്ടത്. ഇതെല്ലാം കൂടെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. അവർ ഡേറ്റ് തരുന്ന പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വിസ ഇഷ്യൂ ചെയ്തു തരും. റിജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ അത് വേറെ. എനിക്ക് ഇന്നലെ 25-ാം തീയതിയാണ് വിസ കിട്ടിയത്. അപ്പം തന്നെ ടിക്കറ്റ് എടുത്തു. ഇന്ന് രാവിലെ 3:30 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് പുറപ്പെട്ടു. രാവിലെ 8 മണിക്ക് ഇവിടെ എത്തി. അവിടുന്ന് നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി കടിക്കോയി എത്തിയിട്ട് അവിടുന്ന് ബോട്ടിൽ എങ്ങോട്ട് പോകണം? ടക്സിം ഭാഗത്തോട്ട് പോകണം. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, മൊബൈൽ സിം എടുത്തിരുന്നു. സിമ്മിന് ഏകദേശം 10 ദിനാർ കൂട്ടിക്കോ. ഓക്കെ. പിന്നെ ബസ്സിൻ്റെ കാർഡ് നമ്മൾ എടുത്തത് 35, ടോട്ടൽ 100 ലാറക്കാണ്. അതായത് 2.5 ദിനാർ അങ്ങനെ വരുന്നുള്ളൂ. വളരെ കുറഞ്ഞ പൈസ വരുന്നുള്ളൂ. ആ കാർഡ് നമുക്ക് എല്ലാ ട്രാൻസ്പോർട്ടിലും ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വേണം കേട്ടോ. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, നമ്മുടെ ഫോട്ടോ വേണം, സാലറി സർട്ടിഫിക്കറ്റ് വേണം, ഒറിജിനൽ പാസ്പോർട്ട്, CPR, വിസ വാലിഡ് ആയിരിക്കണം, പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം. ഓക്കെ. Kadıköy son durak. അപ്പം നമ്മൾ കടിക്കോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുകയാണ്. അതാണ് കടിക്കോയ് ബസ് സ്റ്റാൻഡ്. എല്ലാം മൂപ്പത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം ഇവിടെ എല്ലായിടത്തും ഉണ്ട് തോന്നുന്നല്ലേ? അല്ലേ അല്ലേ? ഇവിടുത്തെ നമ്മളെ നേരത്തെ കഴിച്ച ആ സാധനം തന്നെ. എത്തി കൊച്ചി എത്തി അല്ലേ? ബോട്ടൊക്കെ വന്നല്ലേ? അപ്പോൾ ഇത് കടിക്കോയി തന്നെയാണ് തോന്നുന്നുണ്ട്. ഇത് കടിക്കോയി എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ബസ് എടുത്തിട്ട് ഇവിടെ വന്നു. ഇവിടെ നിന്ന് നമ്മൾ ഗലാത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഹോട്ടൽ റിസർവ് ചെയ്ത് വെച്ചത്. അങ്ങോട്ട് ഈ ബോട്ടിലാണ് പോകുന്നത്. അതിനൊക്കെ ഈ യാത്രക്കൊക്കെ നമ്മൾ ഈ ഒരു കാർഡുണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത കാർഡ്, ആ കാർഡാണ് യൂസ് ചെയ്യുന്നത് ഈ തുർക്കിഷ് ഇതിൻ്റെ. നല്ല ആൾക്കാരും കാണാൻ നല്ല കളർഫുള്ളുള്ള ആൾക്കാർ. ആ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അല്ലേ? അതായത് ആൾക്കാരൊക്കെ വയസ്സായ ആൾക്കാരാണെങ്കിലും അത്യാവശ്യം ഒരു കോലുണ്ട്. ഈ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബോട്ട് ജെട്ടി തന്നെ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊന്ന് കയറി നോക്കാം. നല്ല രസമുണ്ട് സംഭവം കാണാൻ. ഇവിടെ ഇങ്ങനെ നല്ല ആംബിയൻസ് ഇവിടെ ഇങ്ങനെ കാണാനും. അതെ, ഒരു സ്പൈസി ഉണ്ടാവില്ല, നോർമൽ ആയിട്ടുള്ള. നമുക്ക് ഷെയർ ചെയ്യാം. ഓരോന്ന് ഓർഡർ ചെയ്യാം. 4 ഓർഡർ ചെയ്യും. നിങ്ങൾ കാണുന്ന അപാരത എന്ന് പറയുന്നത് ഇവിടെ ഓർഡർ ചെയ്യുന്ന ഭാഷ അറിഞ്ഞൂടാത്തതിന്റെ പേരിൽ എങ്ങനെ ഓർഡർ ചെയ്യണ്ട? നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടണ്ടേ? എങ്ങനെ പറയാ? നിങ്ങൾ അറബി പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. അറബി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, തുർക്കി അറിയില്ല. അല്ല, തുർക്കി നമുക്ക് അറിയില്ല. ഏതായാലും ഒരു അപാരത തന്നെയാണിത്. ഇതിന്റെ ഗ്ലാസ് തന്നെ നല്ല രസമുണ്ട് കാണാൻ. സൂപ്പർ ഗ്ലാസ്. ഈ തണുപ്പത്ത് നമ്മളെ നാട്ടിൽ ഒന്നും പറയരുത് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ കഥയും ഇവിടെ പറയാ. ഫുഡ് ഫോട്ടോഗ്രാഫി ഒക്കെ നിങ്ങൾ ഹൈ ലെവൽ ഫോട്ടോഗ്രാഫി ഒക്കെ ഞാൻ
നമ്മൾ ശരിക്കും ഒരു ബസ് സ്റ്റാൻഡിലുള്ളൊരു കട അല്ലേ ഇത്? ഇവിടെ എത്ര സ്റ്റൈലായിട്ടാണ് ഒരു ഫുഡ് അല്ലേ? ഫുഡ് അവതരിപ്പിക്കുന്നതും ഫുഡ് അഹങ്കാരമില്ല, ഒരു അഹങ്കാരമില്ല അവർക്ക്. ഇതായിട്ട് ഏറ്റവും ടോപ്പ് കഴിക്കാം. ഏത് ഇതോ? രക്ഷയില്ല ചിക്കൻ, സൂപ്പറായിട്ട്. പറയുമ്പോൾ എൻ്റെ അടുത്ത് സ്പൂണില്ലല്ലോ. സ്പൂൺ ഇനി ഞാൻ ഇതെന്താന്ന് നോക്കാം. അതെന്നാ? താങ്ക് യു. ഞമ്മ പൂവ് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ പൂവ് ഇഷ്ടമല്ല. നെയ്യ് എന്തോ വെച്ചിട്ടുണ്ട് റൈസിൽ നെയ്യോ എന്തോ ഉണ്ട്. പക്ഷെ ഇത് നമ്മളെ നാട്ടിലെ മറ്റേ റൈസല്ലേ, വലിയ റൈസ്, മോട്ട ചാവൽ അല്ലേ? എന്താടോ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചോറ് പോലെ ഉണ്ടല്ലോ. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചോറില്ലേ? അടിപൊളി. വേണ്ടല്ലോ. ആ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ഉരുവില് ഗലാട്ടക്ക് അല്ലേ? ഗലാട്ടാണ് നമ്മൾ ഇത് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് ഈ ഉരുവിൽ കയറണം. ഓക്കെ അല്ലേ? എന്നിട്ട് ആ ഉരുവിലല്ലേ നമ്മൾ കയറണ്ടേ? അടിപൊളി സാധനം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം. ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. Saati gelmiştir. Karaköy ve Eminönü seferimizin hareket saati gelmiştir. വരുന്നുണ്ട്. കയറി സൈക്കിളൊക്കെ അങ്ങനെ വെച്ചിട്ട് സംഭവം സെറ്റപ്പ് ആട്ടോ അല്ലേ? ഭയങ്കര രസമല്ലേ കാണാൻ? വാവ്, ഇതിൻ്റെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറുന്നത്. എന്നാലും അടിപൊളി. ഈ ഒരു ക്രൂസിൽ നല്ലൊരു സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രഷ് ജ്യൂസൊക്കെ അടിച്ചു തരുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളവിടെ എത്തി, ഇവിടെ ഇറങ്ങിയാണ്. ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ്. ഇതാണ് ഇവിടെയുള്ള ഗലാറ്റ ടവർ. ഇവിടാണ് നമ്മളെ ബഹുമാനപ്പെട്ട നമ്മുടെ സാൾട്ട് ബേൻ്റെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കണം എന്തായാലും. ഇവിടെ വന്നിട്ട് നമ്മൾ സാൾട്ട് ബേൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഇനി എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും കഴിച്ചാൽ പറ്റും. ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സാൾട്ട് ബേൻ്റെ വീഡിയോ ഇതിൽ പിന്നെ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ. എന്തായാലും ഇവിടെ കയറി ഫുഡ് കഴിക്കണം.
Okay. Thank you. Oh. നമ്മുടെ ഗ്ലാസ് അങ്ങനെ സാൾട്ട് ബേൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഒരടിപൊളി അനുഭവം തന്നെ കേട്ടോ. അത് ഒന്നും പറയാനില്ല. ബീഫ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇതിന് മുമ്പ് എങ്ങനെ കഴിച്ചിട്ടുണ്ടോയെന്ന്, അതായത് നമ്മൾ ഫ്രൈ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്നതല്ല, ബർഗറിൽ, അതായത് അവർക്ക് ബർഗറും ഇതും ബീഫ് മാത്രമേ ഉള്ളൂ. ബീഫും ചീസിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകും, അടിപൊളി, അസാധ്യം തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് പ്രൈസ് നിങ്ങൾ നോക്കരുത്, അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും. അധികവും ജലദോഷം പിടിക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇവിടെ ഈ ഹോട്ടൽ കണ്ടെത്തലാണ് ഏറ്റവും വലിയ ചടങ്ങ്. അതായത് ഈ ഒരു ഹോട്ടൽ കണ്ടെത്താൻ ഞങ്ങളിന്ന് ടാക്സിയിലും നന്നായിട്ട് 2-3 മണിക്കൂർ ചുറ്റിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.